എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കും. എല്ലാവരും ക്ഷേമമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്കിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കൂടി വരുവാൻ ദൈവം ഒരു അവസരം കൂടെ നൽകി ഓർത്തു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വാക്യം വായിക്കുന്നു. മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും, എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആര് കണ്ടെത്തും? നല്ല വചനങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം മറ്റൊരു ആശയത്തിലേക്ക് വിരളിച്ചുകൊണ്ടുകയാണ്. വിശ്വസ്തന്മാരെ അന്വേഷിക്കുന്ന ഒരു ദൈവം, വിശ്വസിക്കുന്നവരെ മാനിക്കുന്ന ഒരു ദൈവം. നാം ദൈവമക്കളാണ്, നാം വിശ്വാസികളാണ്. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തെ പിൻപറ്റുന്നവരെല്ലാം ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവർക്ക് വിശ്വാസി എന്ന പേര് ലഭിച്ചത്. അവർ ആഴമായി വിശ്വസിക്കുന്നവരാണ്. ഒരു ദൈവത്തെ ആഴമായി വിശ്വസിക്കുന്നവരാണ്. ദൈവവചനത്തെ വിശ്വസിക്കുന്നവരാണ്. ദൈവത്തെയും ദൈവപ്രവൃത്തിയെയും വിശ്വസിക്കുന്നവരാണ്. ഒരു ദൈവത്തിന്റെ സകല കൽപ്പനകളെയും വിശ്വസിക്കുന്നവരാണ്. പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെയും വിശുദ്ധ പ്രവാചകന്മാരും സങ്കീർത്തനങ്ങളൊക്കെയും വിശ്വസിക്കുന്നവരാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വസ്തന്മാരെ ആര് കണ്ടെത്തും? നമ്മുടെ ജീവിതം ഒന്ന് മാറ്റിവെച്ച്, നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ മാറ്റിവെച്ച്, നമുക്ക് ഏറ്റവും അധികം പ്രിയപ്പെട്ടതൊക്കെ ഒന്ന് മാറ്റിവെച്ച് നമുക്ക് ദൈവത്തെ വിശ്വസിക്കാൻ ഇന്നു മുതൽ തീരുമാനിച്ചാൽ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മൾ അനുഭവിച്ചറിയുവാനിടയാവും. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും. ദൈവം നമ്മളോട് സംസാരിക്കും. നമ്മുടെ ഇഷ്ടപ്രകാരമൊക്കെ ജീവിച്ച് നമ്മുടെ വഴികളിലൊക്കെ നടന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷം അല്പസമയം ദൈവത്തിന് വേണ്ടി വേർതിരിക്കാമെന്ന് പറഞ്ഞാൽ ആ സമയത്തിന് പക്ഷെ ദൈവം നമ്മുടെ കൂടെ ഇരിക്കണമെന്നില്ല. കാരണം ദൈവം നമ്മുടെ കൂടെ ഇരിക്കാത്തതിന്റെ ഒരു കാര്യം, അതിലും പ്രധാനപ്പെട്ടതായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഒന്നിന്ന് ഏറ്റവും വലിയ സ്വാധീനത പുലർത്തുന്ന ഒരു വസ്തുവാണ് മൊബൈൽ. ഈ മൊബൈൽ നമുക്ക് കൊച്ചുകുഞ്ഞുങ്ങളിൽ പോലും വളരെ കാണാൻ കഴിയും. കൊച്ചുകുഞ്ഞുങ്ങളെ നമ്മൾ വഴക്ക് പറയും, പ്രായമുള്ളവരും ഒട്ടും മോശമല്ല. ഏറ്റവും കൂടുതൽ മാതാപിതാക്കൾ അത് ഉപയോഗിക്കുമ്പോൾ കുഞ്ഞുങ്ങളാണ് അത് കാണും, അത് അവർക്ക് ഉപയോഗിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. നമ്മൾ ഏറ്റവും അധികം എന്തിനെയാണോ നോക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വായിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്, ഏറ്റവും കൂടുതലായിട്ട് ഇരിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണോ, ദൈവവചനവുമായിട്ടാണോ, അത് കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കും. അടുത്ത തലമുറ അതിനെ പിൻപറ്റിയായിരിക്കും അവരുടെ ജീവിതം പോകുന്നത്. ഈ മൊബൈലിന്റെ സാന്നിധ്യം വളരെ വലുതാണ്. മൊബൈൽ ഇല്ലാതെ പറ്റത്തില്ല. പക്ഷെ അതിന്റെ ഉപയോഗത്തിന്റെ ഉദ്ദേശം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അത് ഇന്നത്തെ കാലത്ത് ദൈവമക്കളുടെ വലിയൊരു അപകടത്തിലേക്ക് ദൈവമക്കളെ കൊണ്ടെത്തിക്കുന്ന ഒരു വസ്തുവാണ്. അത് ഉപയോഗിക്കുന്നതിന്റെ മനോബോധം പോലെ ഇരിക്കും നമ്മുടെ ആത്മീയ വളർച്ച, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ച, നമ്മുടെ തലമുറകളുടെ വളർച്ചയല്ല. നമ്മൾ കർത്താവിനെ അധികമായി സ്നേഹിക്കുകയും കർത്താവിന്റെ കൂടെ ഇരിക്കുകയും എനിക്ക് അങ്ങല്ലാതെ മറ്റാരുമില്ല എന്ന് നാം തീരുമാനിക്കുകയും ദൈവസന്നിധിയിൽ ഇരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം നമ്മുടെ കൂടെ വസിക്കുവാനിടയായി. അല്ലെങ്കിൽ ദൈവം ആരുടെ കൂടെ വസിക്കത്തില്ല. ദൈവം അങ്ങനെ വസിക്കുന്ന ഒരാളല്ല.
ദൈവവചനം പറയുന്നു, വിശ്വസ്തത തലമുറ തലമുറയോളം നിൽക്കുമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. മറ്റൊരു സങ്കീർത്തനം പറയുന്നു, വിശ്വസ്തന്മാരെ യഹോവ കാക്കുന്നു എന്ന്. മറ്റൊരു സങ്കീർത്തനം പറയുന്നു, നിന്റെ വിശ്വസ്തതയാലും നീതിയാലും നീ എനിക്ക് ഉത്തരമരുളുന്നു. വിശ്വസ്തതയാലും നീതിയാലുമാണ് ഉത്തരമരുളുന്നത്. അത് വിശ്വാസം മാത്രം പോരാ. വിശ്വാസി എന്നുള്ള പേര്, വെള്ള വസ്ത്രവും 3 മണിക്കൂറത്തെ ആരാധനയും നമ്മുടെ എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് അല്പസമയം ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതല്ല വിശ്വാസം. അത് ശരിക്കും അവിശ്വാസമാണ്. അവരെ അവിശ്വാസികളുടെ ഗണത്തിലേക്ക് കൂട്ടാം. വിശ്വാസി എന്ന് നാം പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് വിശ്വാസി. ചിലര് ജോലിയെ വിശ്വസിക്കുന്നു, അവരുടെ ആരോഗ്യത്തെ വിശ്വസിക്കുന്നു, അവരെല്ലാം വിശ്വസിക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ദൈവത്തെ വിശ്വസിക്കും. അല്ല, കർത്താവിന്റെ നാഥനാണ്, കർത്താവിന്റെ പ്രാണനാണ്, കർത്താവിന്റെ ജീവനാണ്. കർത്താവെ, ഞാൻ നിന്നെ ആശ്രയിക്കുന്നു, നീ അല്ലാതെ എനിക്കൊന്നുമില്ല, നിന്നെ അല്ലാതെ ഞാൻ ഈ ഭൂമിയിൽ ഒന്നും ആഗ്രഹിക്കുന്നില്ല. വെള്ളവസ്ത്രം ധരിക്കുന്നത് കൊണ്ട് നമുക്കൊരിക്കലും വിശ്വാസിയാകാൻ കഴിയത്തില്ല, വിശുദ്ധനാകുവാൻ കഴിയത്തില്ല, ഒരു നല്ലൊരു മാതൃകയായിട്ട് നമുക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല. വിശ്വാസം അകത്തു നിന്ന് വരണം, ഉള്ളിൽ നിന്നും വരണം. പുറമേയുള്ള വിശ്വാസത്തിന്റെ അനുകരണമല്ല. വിശ്വാസം ഉള്ളിൽ നിന്നും, വിശ്വാസം പുറത്തേക്ക്. നമ്മുടെ പ്രതിസന്ധിയിലും ദുഃഖത്തിലും സന്തോഷത്തിലുമെല്ലാം നാം ദൈവത്തെ വിശ്വസ്തരായിരിക്കും. നാം വിശ്വസ്തരായാൽ മാത്രമേ വിശ്വാസം നമ്മളെ ഏൽപ്പിക്കത്തുള്ളൂ. ദൈവം നമ്മൾ കണ്ടെത്തുന്ന ഒരു കാര്യമാണ്. വിശ്വസ്തന്മാരെയാണ് വിശ്വാസം ഏൽപ്പിക്കുന്നത്. അവിശ്വസ്തന്മാരെ ഒന്നും ദൈവം വിശ്വാസം ഏൽപ്പിക്കത്തില്ല. ദൈവത്തെ വിശ്വസിക്കാൻ നമുക്ക് വിശ്വാസം മാത്രം മതി. ദൈവത്തിന് നമ്മെ വിശ്വസിക്കണമെങ്കിൽ നമ്മിൽ വിശ്വസ്തത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മിൽ വിശ്വാസം ദൈവം ഏൽപ്പിക്കുകയുള്ളൂ. അത് മനുഷ്യരും ആഗ്രഹിക്കുന്നു. നാം വിശ്വസ്തന്മാരായിരിക്കണം. വിശ്വാസത്തെക്കാളും എല്ലാവർക്കും ഇഷ്ടം വിശ്വസ്തന്മാരെയാണ്. പക്ഷെ വിശ്വാസം ഇല്ലാതെ പറ്റത്തില്ല. ഇത് രണ്ടും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. വിശ്വാസത്തിലും നമ്മള് പ്രമാണത്തിലും വിശ്വസ്തരായിരിക്കുക, കൽപ്പനകളിൽ വിശ്വസ്തരായിരിക്കുക, പ്രവൃത്തിയിൽ വിശ്വസ്തരായിരിക്കുക, നമ്മെ ഏൽപ്പിച്ച കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുക, ദൈവവചനത്തിൽ വിശ്വസ്തരായിരിക്കുക, സാമൂഹ്യ ജീവിതത്തിൽ നാം വിശ്വസ്തരായിരിക്കുക, ഏൽപ്പിച്ച കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുക. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടില്ല. ശതാധിപനെ പറ്റി, അന്യജാതിയിൽപ്പെട്ട ഒരു മനുഷ്യൻ, വിജാതീയനായിരിക്കുന്ന ഒരു മനുഷ്യൻ, അധികാരമുള്ളവൻ, 1000 പേർക്ക് അധിപനായിരിക്കുന്ന, ഇത്ര പ്രധാനിയായിരിക്കുന്ന ഒരു മനുഷ്യൻ ദൈവത്തോട് പറയുന്നു, നീ എന്റെ വിറയ്ക്കകത്ത് ഒരു യോഗ്യനല്ല. ഇത്ര ബഹുമാനിച്ച് കർത്താവിനെ വിശ്വസിച്ചു. ഒരു അവിശ്വാസമില്ല. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാലിക്കാട്ടിന് സൗഖ്യമാകും. മറ്റൊരു വാക്യം പറയുന്നു, കാഴ്ചയിലല്ല വിശ്വാസത്താലത്ര. കാഴ്ചയാലായിരിക്കരുത് നമ്മുടെ വിശ്വാസം. കാണാതെ വിശ്വസിച്ച ഭാഗ്യവന്മാർ. ദൈവത്തെ വിശ്വസിക്കേണ്ടവർ ആദ്യം ചെയ്യേണ്ടത് വിശ്വസ്തരായി. വിശ്വസ്തതയില്ലെങ്കിൽ നമുക്ക് വിശ്വാസം നമ്മളെ പരമേൽപ്പിക്കത്തില്ല. വിശ്വസ്തന്മാരാണ് വിളിച്ചാൽ ദൈവം കേൾക്കുന്നത്. വിശ്വസ്തന്മാര് പ്രാർത്ഥിച്ചാലേ മറുപടിയും, വിശ്വസ്തന്മാർ ആരാധിച്ചാലേ അതിന് പ്രതിഫലവും. വിശ്വസ്തന്മാരെയാണ് ദൈവം കൃപകൾ ഏൽപ്പിക്കുന്നത്, വിശ്വാസം ഏൽപ്പിക്കുക. അവിശ്വസ്തന്മാരെ ഒന്നും ഏൽപ്പിക്കുക. അതുകൊണ്ട് വിശ്വസ്തരായിരിക്കുക, എങ്കിൽ നിന്നെ വിശ്വാസം ഏൽപ്പിക്കും. ആ വിശ്വാസമാണ് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നത്, അടയാളങ്ങളെ സൃഷ്ടിക്കുന്നത്, രോഗികളെ സൗഖ്യമാക്കുന്നത്. ശുശ്രൂഷയിൽ, ആരാധനയിലും ഒക്കെ നമുക്ക് മുൻപോട്ട് പോകും. എനിക്കും നിങ്ങൾക്കും വളരണമെങ്കിൽ നാം വിശ്വസ്തരായിരിക്കുക. നാം ആദ്യം വിശ്വസ്തരായിരിക്കുക. അപ്പോൾ നാം അധികത്തിന് വിചാരകന്മാരാക്കും. ദൈവം നമ്മെ വിശ്വാസം പരമേൽപ്പിക്കും.
ആ വിശ്വാസത്തിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി പകരും. ഭക്തന്മാരെ പോലെ വലിയ അത്ഭുതങ്ങൾ, വലിയ ദൈവപ്രവൃത്തികൾ നമ്മളിൽ കൂടെ ദൈവം ചെയ്തെടുക്കുവാൻ നാം ആദ്യം വിശ്വസ്തരായിരിക്കുക, വിശ്വാസികളല്ല. നമ്മളെല്ലാം വിശ്വാസി ആയ ശേഷം നാം വിശ്വസ്തരാകാനിരിക്കുകയല്ല, വിശ്വസ്തന്മാരായിരിക്കുക. എങ്കിൽ നീ വിശ്വാസിയായി തീരും. കർത്താവിന്റെ വചനം പറയുന്നു, തിമോഥെയോസിന്റെ ലേഖനം പറയുന്നു, വിശ്വാസം കാത്തു. ഓട്ടം തിരിച്ച് വിശ്വാസം കാത്തു. വിശ്വാസം കാക്കണം, അവസാനത്തോളം കർത്താവിന്റെ വരുവോളം നമ്മുടെ വിശ്വാസം കാത്തു. അങ്ങനെ വിശ്വസ്തന്മാരെ കൊണ്ടുപോകാനാണ് കർത്താവ് വരുന്നത്. വിശ്വസിക്കുന്നവരെ കൊണ്ടുപോകാനാണ് കർത്താവ് വരുന്നത്. അതുകൊണ്ട് വിശ്വാസം കാക്കുക. നീതിയുടെ കിരീടം നമുക്കും നമ്മുടെ ഭക്തന്മാർക്കും ഉള്ളതാണ്. കർത്താവിന്റെ വരവെങ്കിൽ നാം വിശ്വസ്തരായിരിക്കും. വിശ്വസിക്കുന്നവരെ കൊണ്ടുപോകാനല്ല, വിശ്വസ്തന്മാരെ കൊണ്ടുപോകാനാണ് കർത്താവ് വരുന്നത്. വിശ്വാസമാണ് ആദ്യം, പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുന്നവരൊക്കെ വിശ്വസ്തന്മാരായിരിക്കണം. ഈ എളിയ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയരെ, നമുക്ക് വിശ്വസ്തന്മാരാണ്. എന്നിട്ട് നമുക്ക് ദൈവത്തെ വിശ്വസിക്കാം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. God bless you. Amen.